ബിജുവിന്റെ കുടുംബത്തെ സംബന്ധിച്ച് ഇതൊരു ഇരട്ടി ആഘാതമാണെന്ന് പറയേണ്ടി വരും. മകന്റെ മരണത്തിന് പിന്നാലെ തന്നെ ബിജുവിന്റെ വിയോഗം കൂടി ഉണ്ടാകുന്നത് അത് ആകെ ഞെട്ടിച്ചു കാണുമല്ലോ ആ കുടുംബത്തെ. തീർച്ചയായും അങ്ങനെ തന്നെയാണ് ദിവ്യ. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെയേറെ പ്രതിസന്ധികൾ ഒരു സാധാരണ ഒരു മനുഷ്യനല്ല എന്ന് വരെ നാട്ടുകാർ പറയുന്നുണ്ട്, വൈകാരികപരമായിട്ടാണെങ്കിൽ പോലും. കാരണം അത്രമാത്രം ദുരന്തങ്ങളെ അല്ലെങ്കിൽ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് വന്ന ഒരു മനുഷ്യനാണ്. മകന്റെ വിയോഗം, ഒപ്പം തന്നെ ഈ മറ്റ് മകളുടെ വിദ്യാഭ്യാസം, മകൾ നഴ്സിംഗിന് പഠിക്കുന്നു, നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്, മകളെ പഠിപ്പിക്കുന്നു, മറ്റ് ജോലികൾക്ക്, കൂലിപ്പണികൾക്ക്, മറ്റ് ജോലികൾക്കെല്ലാം തന്നെ പോകുന്നു, ജീവിതം കെട്ടിപ്പടുത്തി സ്വന്തം വീട് കാര്യങ്ങൾ അങ്ങനെയായിട്ട് മുമ്പോട്ട് പോകുന്നു, സാധാരണക്കാരനായി ജീവിക്കുന്നു. അത്തരം ജീവിതങ്ങളിലൂടെ മുമ്പോട്ട് പോയി ഒന്ന് ജീവിതത്തിൽ പ്രതീക്ഷകളൊക്കെ ഒന്ന് എത്തിപ്പിടിക്കാൻ, ഒരു കരകയറാം എന്നൊരു പ്രതീക്ഷയിലേക്ക് എത്തിയപ്പോഴാണ് ഈ ദുരന്തം ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ മകൾ ഒപ്പം തന്നെ ഭാര്യ സന്ധ്യ, ബിജുവിന്റെ ഭാര്യ സന്ധ്യ ഉണ്ട്. സന്ധ്യയെ സംബന്ധിച്ച് ആരോഗ്യനിലയിൽ ആശങ്ക, അതായത് ഈ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ ആശുപത്രിയിൽ നിന്നും ഒപ്പം തന്നെ ഈ നാട്ടുകാരടക്കമുള്ള ആളുകൾ, ബന്ധുക്കളടക്കമുള്ള ആളുകൾ പറയുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങൾ കൂടി ഇനി ബാക്കി നിൽക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രദേശത്ത് നിന്ന് ഇവരടക്കം ഉള്ള ആളുകളെ എവിടേക്ക് മാറ്റി താമസിപ്പിക്കും എന്നുള്ള ഒരു കാര്യമാണ്. മറ്റൊന്ന് സർക്കാർ സഹായം, ധനസഹായം, കുടുംബത്തിനുള്ള ധനസഹായം, ഒപ്പം തന്നെ ഈ വീടും സ്ഥലവും കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാരം, ഇവരെ ശാശ്വതമായി പുനരധിവസിപ്പിക്കേണ്ട ഒരു പ്രശ്നം. മറ്റൊന്ന്, ഈ പ്രദേശം വാസയോഗ്യമാണോ അല്ലയോ എന്നുള്ളത് കണ്ടെത്തേണ്ട ഒരു കാര്യം. ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടിയാലോചനകൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളെല്ലാം തന്നെ നടത്താൻ വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം. അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുക. എന്തായാലും അതുവരെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദേശീയപാതയിൽ നടത്താൻ പാടില്ല, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും KSEB ക്വാർട്ടേഴ്സുകളിലേക്കോ അല്ലെങ്കിൽ മറ്റ് ഉചിതമായി കിട്ടുന്ന സ്ഥലം ഏതാണോ കിട്ടുന്ന സ്ഥലത്തേക്കോ തൽക്കാലത്തേക്ക് ഇവരെ മാറ്റിപ്പാർപ്പിക്കും. അതിനുശേഷം ഈ പഠന റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വന്നതിന് ശേഷം ഈ പ്രദേശം വാസയോഗ്യമല്ലെങ്കിൽ മറ്റുള്ളൊരു സ്ഥലത്തേക്ക് ഇവരെ പുനരധിവസിപ്പിക്കേണ്ട ഒരു സ്ഥലത്തേക്ക് അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങിൽ പങ്കെടുക്കാൻ റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുമൊക്കെ എത്തിയിരുന്നു. ഇന്നലെ മുതൽ ഈ സ്ഥലത്ത് ഈ ദുരന്ത വാർത്ത അറിഞ്ഞതു മുതൽ മന്ത്രി റോഷി അഗസ്റ്റിൻ, ഡീൻ കുര്യാക്കോസ് MP ഉൾപ്പെടെയുള്ള ആളുകൾ, മറ്റ് ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അവർ ഈ സ്ഥലത്ത് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ വീട്ടിലും ആശുപത്രിയിലുമായി ഈ നിലവിലെ സ്ഥിതിഗതികൾ മന്ത്രി റോഷി അഗസ്റ്റിൻ എത്തി വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഡീൻ കുര്യാക്കോസ് MPയും സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അവർ മറ്റു തുടർ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഈ കാര്യങ്ങളിൽ തുടർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഈ കുടുംബത്തിനുള്ള നഷ്ടപരിഹാരം, വില പുനരധിവാസ കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പ്രദേശം വാസയോഗ്യം അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം, ഇത്തരം കാര്യങ്ങൾ എല്ലാം തന്നെ ഉണ്ടാകണം. ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ യോഗത്തിൽ പ്രത്യേക തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇത് ഏതെങ്കിലും രീതിയിൽ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ദുരന്തത്തിന് വഴിയൊരുക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് ദേശീയപാത അതോറിറ്റി പറയുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പഠിക്കാനും പരിശോധിക്കാനുമായി വിവിധ വകുപ്പുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ക്രമീകരണങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളും സ്വീകരിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. കാരണം ഈ പ്രദേശത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ പലപ്പോഴും മാനദണ്ഡങ്ങൾ പാലിക്കാതെ എന്നുപോലും നമുക്ക് സംശയിക്കേണ്ടി വരും. ജാഗ്രത പാലിച്ച്, അതായത് പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ ഈ പ്രദേശത്ത് മുൻകൂട്ടി ഒരു ജാഗ്രത പാലിച്ചതുകൊണ്ട് മാത്രം അപകടത്തിന്റെ ആഘാതം വലുതായി എന്നുള്ളതുകൂടി ഈ ഘട്ടത്തിൽ ചേർത്ത് പറയേണ്ടി വരും. കാരണം ഈ ആളുകളെ മണ്ണിൽ ഈ ഭൂമിക്ക് വിള്ളൽ കണ്ടതോടുകൂടി അല്ലെങ്കിൽ മണ്ണിടിയാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയോടുകൂടി ആളുകളെ ഇവിടുന്ന് മാറ്റിപ്പാർപ്പിച്ചതോടുകൂടി തന്നെയാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. കാരണം ഈ മണ്ണിടിഞ്ഞത് ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ദേശീയപാതയ്ക്ക് മുകൾ ഭാഗത്ത് നിന്നാണ്. അവിടെ ഇനിയും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. മുകൾ ഭാഗത്തും കുറെ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവർ അവിടെ ഭീതിയിലാണ് കഴിയുന്നത്. അവിടെ നിന്ന് മണ്ണ് ഇടിഞ്ഞ് വീണാൽ മുകളിലുള്ള വീട്ടുകാർ കൂടി ബുദ്ധിമുട്ടിലാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. താഴത്തെ വീണ്ടും വീടുകളുണ്ട്. 4 വീടുകൾ ഏതാണ്ട് പൂർണ്ണമായി മണ്ണിനടിയിൽപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. 4 വീടുകൾ പൂർണ്ണമായും ഭാഗികമായും കേടുപാടുകൾ സംഭവിച്ച ഒരു തരത്തിലേക്കും കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊട്ടനവധി വീടുകൾ, നിരവധി വീടുകൾ ഈ പ്രദേശത്ത് അപകട ഭീഷണിയിൽ ആണ് താനും. അപ്പോൾ തീർച്ചയായും ഇവിടെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകൾക്ക് ഇനി വീണ്ടും ഇവിടേക്ക് വരാൻ സാധിക്കുമോ എന്ന കാര്യത്തിലൊക്കെ വലിയ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്.